മറ്റൊരു രാമനെ കാട്ടിലേക്കയക്കുന്നു, കാട്ടിലേക്കല്ല, മറ്റൊരു രാമനെ കൂട്ടിലേക്കയക്കുന്നു. ദുഷ്ടനാം ദുർവിധി വീണ്ടും ഇന്നിതാ, ദുഷ്ടനാം ദുർവിധി വീണ്ടും. കമകര പുരുഷോത്തമൻ പണ്ടേതോ കാലത്ത് ഇങ്ങനൊരു പാട്ട് പാടുമ്പോൾ അതിനിങ്ങനൊരു അർത്ഥവിപര്യം ഉണ്ടാകും. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഒരു ആഭാസൻ ഇതിൻ്റെ വരികൾക്ക് അർത്ഥവ്യത്യാസം ഉണ്ടാക്കി പാടും എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല. കമുകറയുടെ ആത്മാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം MLA തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ആ ജഡ്ജി നിഷ്കരണം, നിർദ്ദയം തള്ളി കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിൽ ഒരു പക്ഷേ മുൻകൂർ ജാമ്യം കിട്ടിയേക്കാം. അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകാം. അവിടെ കിട്ടിയില്ലെങ്കിൽ പോലീസിൻ്റെ മുമ്പിൽ കീഴടങ്ങാം. പക്ഷേ ഈ ജഡ്ജി മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം ഒരു ചെറുപ്പക്കാരനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമാണ്. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തെ പ്രതികരിക്കുന്ന ആളാണ്. പാലക്കാടിൻ്റെ പ്രതിയായിട്ട് അദ്ദേഹത്തിന് നിയമസഭയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോലീസുകാർ അദ്ദേഹത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്താൽ അതിൽ തീരുമാനമാകുന്നവരെ പോലീസുകാർ കാത്തിരിക്കും. തീരുമാനമാകട്ടെ, എന്നിട്ട് അറസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച്. അതൊരു സാധാരണ മര്യാദയാണ്. ക്രിമിനൽ നടപടി നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ തത്തുല്യമായിട്ട് അടുത്ത കാലത്ത് മോഡി സർക്കാർ പാസ്സാക്കിയ നിയമത്തിലും അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. എന്നാൽ സാമാന്യ മര്യാദ അനുസരിച്ച്, കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷമാണ് പോലീസുകാർ ഇയാളെ പിടിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച്. അപ്പോഴത്തേക്കും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് മേടിച്ചു. അങ്ങനെ അറസ്റ്റ് ഒഴിവായി. എന്തൊരു ഷാജൻ സ്കറിയുടെ കാര്യത്തിൽ പോലും അങ്ങനെ ചെയ്തത്. ഷാജൻ സ്കറിയോട് സർക്കാരിന് എന്ത് വിരോധം ഉണ്ടായിരുന്നു ഇല്ലേ? എന്നിട്ട് പോലും ഷാജൻ്റെ മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് ജഡ്ജി തള്ളിയപ്പോഴും പോലീസ് സംയമനം പാലിച്ചു. ഹൈക്കോടതി തള്ളിയതിന് ശേഷമാണ് അദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഷാജൻ സ്കറിയും സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം നേടി തിരിച്ചു. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുള്ള ഒരു യുവാവ്, കേരള നിയമസഭയിൽ ഒരു അംഗം, ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുപിടുത്ത ശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് വേണ്ടി കൈപ്പത്തി അടയാളത്തിന് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള പോലീസ് ഒരു കേസെടുത്ത് ഇദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയത്. ആ പരാതി കുറച്ച് ഗൗരവമുള്ളതാണെങ്കിൽ പോലും പണ്ട് ഏതോ കാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നും ഇന്നലെ നടന്ന കാര്യങ്ങളല്ല. ഈ ജഡ്ജിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാലക്കാട് ടൗണിൽ താമസക്കാരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വോട്ടറാണ്. മുമ്പ് ഷാഫി പറമ്പിലിൻ്റെ വോട്ടറായിരുന്നു. പാലക്കാട്ട് ജനിച്ചു വളർന്ന ആ ഒരു ജഡ്ജി പാലക്കാട് MLAയോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, നീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം വീങ്ങുകയാണ്. ഇത് രാഹുൽ എങ്ങനെ സഹിക്കും? രാഹുലിൻ്റെ അമ്മ എങ്ങനെ സഹിക്കും? സഹോദരിമാരെങ്ങനെ സഹിക്കും? രാഹുലിനെ സ്നേഹിക്കുന്ന പത്തനംതിട്ടയിലും പാലക്കാട്ടും മാത്രമല്ല കേരള സംസ്ഥാനത്ത് എമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ ഫാൻസ് എങ്ങനെ സഹിക്കും? പോട്ടെ, അദ്ദേഹത്തിൻ്റെ കൽബിൻ്റെ കൽബായ ഷാഫിക്ക ഇതെങ്ങനെ സഹിക്കും എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കൽബ് രണ്ടായി പിളരുകയാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ട്രോളുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ഷാഫി പറമ്പിൽ ഒരു യോഗ്യനായ ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ തത്തുല്യമായിട്ട് യോഗ്യനായിട്ടുള്ള ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദുർവിധി വന്നതിൽ സത്യത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. രാഹുൽ ഈശ്വറിന് നേരെയുള്ള സംഭവം പുള്ളി തന്നെ ചോദിച്ചു വാങ്ങിച്ച വഴിയെ പോയ സാധനം എന്താണ്? വഴിയെ പോയ വയ്യാവേലി പുള്ളി ഏടി വെച്ച് പിടിച്ചതാണ്. മറിച്ച് രാഹുൽ മാങ്കൂട്ടം അങ്ങനെയല്ല. അതൊരു പൊതുപ്രവർത്തകനാണ്, യോഗ്യനാണ്. മനസാവാച കർമ്മണ സ്ത്രീകളോട് യാതൊരു അഹിതവും ചെയ്യാത്ത ആളായിട്ട് ഭാവിക്കുന്ന ആളാണ്. ഇതൊക്കെ മനസ്സിലാക്കാം. മുൻകൂർ ജാമ്യ ഹർജി തള്ളി ഇനിയിപ്പോൾ നാളെ പോലീസ് പുള്ളിയെ പിടിക്കുകയോ അല്ലെങ്കിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയോ എന്തുവേണ്ടി ചെയ്യാം. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നവരെ കോൺഗ്രസ് പാർട്ടി ഒരു സംയമനം പാലിക്കേണ്ടത്, മിതത്വം പാലിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നേരത്തെ തന്നെ പുറത്താക്കാമായിരുന്നല്ലോ. അത് ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ചെയ്തു. നിയമസഭാ കക്ഷി ഇത് പുറത്താക്കി.
അതിനുശേഷവും കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കന്മാർ ഇദ്ദേഹത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വീക്ഷണം പത്രം ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം പോലും എഴുതി. മാർക്സിസ്റ്റുകാർ പോലും എഴുതാൻ പഠിക്കുന്ന ഒരു ന്യായീകരണ ക്യാപ്സൂൾ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വീക്ഷണം പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ. സാധാരണ ഈ വീക്ഷണത്തിൽ വന്ന എഡിറ്റോറിയലൊന്നും ആരും വായിക്കാറില്ല, അത് എഴുതിയവൻ പോലും അച്ചടിച്ച് വന്നാൽ വായിക്കാറില്ല. പക്ഷേ ഈ എഡിറ്റോറിയൽ കേരളത്തിലെമ്പാടും ആളുകൾ വായിച്ചതാണ്, ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്ന ആളുകളും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാരും ഒക്കെ പാപം ചെയ്യാത്തവരാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയല്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ഒരു നീതിമാൻ ആയ ഒരു വ്യക്തി ഇപ്പോൾ പാർട്ടിയാലും പരിത്യക്തനായി, സെഷൻസ് കോടതിയാലും തെറ്റുകാരനെന്ന് വിധിക്കപ്പെട്ടു. ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കാൻ നമുക്കിനിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരാളില്ല. ഇത് ഏതോ ഒരു ചാനലിലെ എന്താണ് ഹെഡിങ് എഴുതി കാണിച്ചത്, ടൈറ്റിൽ എഴുതി കാണിച്ചത് കോർട്ട് കെയേഴ്സ് എന്നാണ്. കോടതി ശ്രദ്ധിക്കുന്നു. അപ്പോൾ രാഹുലിൻ്റെ പതനത്തിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകൾ മാത്രമല്ല, അദ്ദേഹത്തോട് രാഷ്ട്രീയമായി എതിർപ്പുള്ളവർ, എതിർ ഗ്രൂപ്പുകാർ, യൂത്ത് കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഉയർച്ച സഹിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകൾ, അതുപോലെ ചില വനിതാ നേതാക്കൾ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഇവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പതനത്തിൽ സന്തോഷിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ വീഴ്ച കാണാൻ ആഗ്രഹിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മെൻറ്ററായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ കാവൽ മാലാഖയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളി കൂടിയായിരിക്കുന്ന ഷാഫി പറമ്പിലിൻ്റെ. അങ്ങനെ ഷാഫിക്കും രാഹുലിനും വലിയ തിരിച്ചടി ഉണ്ടായി. ഇവന്മാരുടെ കൂമ്പടഞ്ഞു പോയി, ഇനി ഇവരൊന്നും എഴുന്നേൽക്കുകയില്ല എന്ന് കരുതി സന്തോഷിക്കുന്നവരും സമാധാനിക്കുന്നവരുണ്ട്. മാർക്സിസ്റ്റുകാരുടെയും ബി ജെ പിക്കാരുടെയും സന്തോഷം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. പാലക്കാട്ട് ഷാഫിയുടെയും അതുപോലെ തന്നെ രാഹുലിൻ്റെയും പത്തി താന്നു എന്ന് കരുതിയിട്ടാണ് ബി ജെ പിക്കാരെ സന്തോഷിക്കുന്നത്. സി പി എംകാരാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ വന്ന അന്ന് മുതൽക്ക് ഇയാൾക്ക് ആരാണ് കാറ് മേടിച്ചു കൊടുത്തത്, ഇയാളെങ്ങനെയാണ് നീല ട്രോളി ബാഗ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ച് അർമാദിച്ചുകൊണ്ടിരുന്നവരാണ്. അവരുടെ കാര്യത്തിൽ അവരനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് വർണ്ണനാതീതമായിട്ടുള്ള ഒന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ്സിൽ തന്നെയുള്ള ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട മറ്റ് നേതാക്കളും എതിർ ഗ്രൂപ്പുകാരും, അവരൊക്കെ സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സങ്കടം തോന്നുന്നത്. ഏതായാലും രാഹുലിൻ്റെ ഫാൻസിൻ്റെ, അദ്ദേഹത്തെ ഇതുവരെ കൊണ്ടുനടന്ന സൈബർ ഗുണ്ടകളുടെ ഒക്കെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുന്നു. എന്നാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആ കേസ് വിധിച്ച ജഡ്ജിയെക്കുറിച്ചും നമ്മുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ ഇനിയും ഇതുപോലെയൊക്കെ തന്നെയുള്ള സൈബർ ഗുണ്ടായിസം നടത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ഈ ജയിലിൽ നിന്ന് പുറത്തു വരാത്ത രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം ആദ്യം അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കണം. ഇത് പറയുമ്പോൾ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റെടുക്കാൻ അധികം പേരൊന്നുമില്ല, എങ്കിലും ഒരാളെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന നമ്മുടെ പ്രിയങ്കരനായ ബ്രഹ്മശ്രീ താഴമൺ രാഹുൽ ഈശ്വരൻ ആണ്. താഴമൺ ഗാന്ധി എന്ന് ഞാൻ പേര് കൊടുത്ത ആ മാന്യദേഹം ഇപ്പോൾ പൂജപ്പുര ജയിലിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും. അദ്ദേഹം മാത്രമാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലുള്ള കേസിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നാൽ ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് പുതിയ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് വേഗം ജാമ്യം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനും ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യം കിട്ടും. അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധി തെളിയും. അതേ തുടർന്ന് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായിട്ട് മടങ്ങി വരും. ആ കൊടുങ്കാറ്റ് മടങ്ങി വരുന്നവരെ നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും അദ്ദേഹത്തെ സ്മരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.